ഭൂമിഗീതത്തിലേക്ക് ഹൃദയം നടന്ന സമയം. ശ്രീമാൻ ജെയിംസ് മാത്യുവിന്റെ ഹരിതകം അഗ്രോ ഫാംസിന്റെ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നടന്നത്. അവിടുത്തെ ആട് കൃഷിയുടെ ദൃശ്യങ്ങളായിരുന്നു കണ്ടത്. ഈ ആഴ്ച അവിടെ തന്നെയുള്ള പശുക്കളെ വളർത്തുന്ന ഡയറി ഫാമിലെ ദൃശ്യങ്ങൾ. ഏവർക്കും അതിലേക്ക് സ്വാഗതം. ഈ ഡയറി ഫാമിൽ ഇപ്പൊ എത്ര പശുക്കളുണ്ട്? നമുക്കൊരു 40-45 പശുക്കളുണ്ട്. വിത്തുകാളുണ്ട്. അതെന്തായാലും പശുക്കൾ എന്തൊക്കെ ഇനങ്ങളുള്ള പശുക്കള് നമുക്ക് HF ഉണ്ട്, ജേഴ്സി ഉണ്ട്, പിന്നെ നാടൻ പശുക്കളും ഉണ്ട്. നാടൻ പശുക്കള് പുങ്കന്നൂര്, മൈസൂർ ഡാർഫ്, വെച്ചൂര് ഒക്കെ ഉണ്ട്. പിന്നെ സ്വിസ് ബ്രൗൺ ഉണ്ട്. ഇതിൽ എത്ര എണ്ണം ഒരു കറക്കട പശു ഉണ്ടാവും? നമുക്കൊരു 22-25 ഉള്ളൂ. ബാക്കിയുള്ളത് ചെനയുള്ളതുണ്ട്. പല സ്റ്റേജിലൊക്കെ. ഈ കിടാരികളെ ഇവിടെ പ്രസവിക്കുന്നവര് ഇവിടെ വളർത്തിയെടുക്കും. ഇവിടെ മുമ്പ് നമ്മള് അങ്ങനെയല്ല, പാല് കുറഞ്ഞാൽ ഉടനെ വിട്ടിട്ട് വേറെ മാറ്റി മേടിക്കുകയാണ്. ഇപ്പൊ നമ്മള് ഇവിടെ തന്നെ വലുതാക്കി എടുക്കണം. നമ്മുടെ മുള്ളുണ്ട്. ഇപ്പൊ നമുക്കൊരു രാവിലെ 16, ഉച്ചരിഞ്ഞൊരു 10, 25-26 ലിറ്ററൊക്കെ പാല് കിട്ടുന്ന പശുവിന്റെ കുട്ടീനെ നമ്മൾ ഇവിടെ ബുള്ളോണ്ട് മേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ബ്രീഡ് ചെയ്യുമ്പോൾ ഒരു ഏകദേശം അടുപ്പിച്ച് പാലുള്ള ഇനമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇൻസെമിനേഷൻ ഇപ്പൊ നമ്മളൊരു 2 നേരം കൂടി നമുക്കൊരു 25 ലിറ്റർ പാല് കിട്ടുന്ന പശുവിനെ ഇപ്പൊ നമ്മള് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനുണ്ടാവുന്ന കുട്ടികൾക്ക് രാവിലെ 8 ലിറ്റർ പാല്, ഉച്ചയ്ക്ക് ഏകദേശം ഒരു പകുതി താഴെ കിട്ടാറുണ്ട്. എനിക്ക് സെമൻ മോശമായിട്ടാണ് തോന്നുന്നു. അപ്പൊ ആ പറ്റ വരാതിരിക്കാനാ നമ്മളിവിടെ ഫുള്ള് മെയിൻറ്റെയിൻ ചെയ്ത്. ചെന പിടിക്കുന്നതിൽ എളുപ്പമുണ്ടോ? ബുള്ളായതുകൊണ്ട്. ബുള്ളായതുകൊണ്ട് ഇപ്പൊ നമുക്കൊരു 98% ചെന പിടിക്കും. വളരെ റെയറായിട്ട് മാത്രമേ ചെന പിടിക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളൂ. ഒരു 2 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. 2 വയസ്സ് കഴിഞ്ഞെങ്കിൽ ഇപ്പൊ ഒരു 400 കിലോ ബോഡി വെയിറ്റ് എടുത്തോളം. 400 കിലോ ബോഡി വെയിറ്റ് അല്ല, 400 കിലോ തനിയിറച്ചി കൊടുത്തോളം ഉണ്ടല്ലോ. ബോഡി വെയിറ്റ് ഇപ്പൊ ഒരു 600 കിലോ എടുത്താലും 550-600 കിലോത്തോളം വരും. നമ്മൾ തീറ്റ കുറച്ചേക്കാണ്. കാരണം ഇനി ബോഡി വെയിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റാണ്ട് വരും. പശുക്കള് താങ്ങില്ല. 3 വയസ്സ് വരെയൊക്കെ വലുതാവില്ല. അല്ല, ഇനി വലുതാവുന്നത് ശരിക്കും നമ്മൾ തീറ്റ കൺട്രോൾ ചെയ്ത് നിർത്തിയ കാരണം. തീറ്റ കൂടുതൽ കൊടുത്താൽ അതിന്റെ പാരന്റ് ഫുള്ളൊക്കെ ഒരു 900 കിലോ ഉണ്ടായിരുന്നു. പിന്നെ ഡ്രിങ്കർ, ഓട്ടോമാറ്റിക് ഡ്രിങ്കുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പൈസ കുറവുള്ള രീതിയിൽ PVC പൈപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ സ്റ്റീലിന്റെ പാത്രത്തിൽ നമ്മൾ ഒരു 3/4 ഇഞ്ച് തുളയിട്ടിട്ട് ആ പാത്രത്തില് വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അപ്പൊ ഒരു ഫ്ലഷ് ടാങ്ക് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വാട്ടർ ലെവലിന്റെ അതിൽ വരുമ്പോ പശു കുടിക്കുന്നതിനനുസരിച്ച് വെള്ളം വരും. പിന്നെ ചെലവ് കുറവാണ്. നമുക്കൊരു 70 രൂപ 80 രൂപ പാത്രത്തിൽ വരുന്നുള്ളൂ. പിന്നെ തുളയ്ക്കാനുള്ള പൈസ. നേരെ തിരിച്ച് നമുക്ക് സിമെന്റിൽ ചെയ്യാം. പക്ഷെ സിമെന്റിൽ ചെയ്ത ദോഷം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഫംഗസ് വരും, പൂപ്പല് വരും. ഇപ്പൊ നമ്മള് ഒരു ഇത്തിരി വൈക്കോൽ എടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പാത്രം നല്ല ക്ലീൻ ആയിരുന്നു. പിന്നെ ഇവിടെ നമ്മള് ജേഴ്സിയിലെ ക്രോസ് ഉണ്ട്. പിന്നെ ഇതിൽ നിന്ന് ഡ്രെയിനേജ് സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മള് കഴകണ മൂത്രവും വെള്ളമൊക്കെ നേരെ ഒരു ചെറിയ ഫിൽട്ടർ ടാങ്കിലാണ് വരുന്നത്. ഫിൽട്ടർ ടാങ്കിൽ വന്നിട്ട് അതിൽ നിന്ന് ഇവിടെ അതിലെ ചപ്പ് ചവറുകളോ അല്ലെങ്കിൽ പുല്ലിന്റെ അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കും. എന്നിട്ട് നേരെ ബയോഗ്യാസ് പ്ലാന്റിലേക്ക് പോകണം. ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് നേരിട്ട് നമ്മള് ഒരു ചെറിയ ഫിൽട്ടർ ടാങ്ക് ഉണ്ട്. അപ്പൊ എക്സസ് ആയിട്ട് ചാണൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഊരിയിട്ട് വെള്ളം മാത്രം നേരെ സ്റ്റോറേജ് ടാങ്കിലാണ്. അപ്പൊ സ്ലറി പമ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് കൃഷി ആവശ്യത്തിന് വേണ്ടി
പശുവിന് കൊമ്പില്ലല്ലോ, അതെന്താ അങ്ങനെയാണോ? അത് ജേഴ്സിയാണ്, ജേഴ്സി. ഈ ജന്മനാ കൊമ്പില്ലാത്ത ജന്മന കൊമ്പില്ലാത്തതാണ് ജേഴ്സി, പ്യൂർ ബ്രീഡ് അല്ല. പ്യൂർ ബ്രീഡിന് കൊമ്പില്ല. HF ആണ് കൂടുതല്. HF എന്ന് വെച്ചാൽ നമ്മളിപ്പോ എന്താ വെച്ചാല് ചവിട്ട് അങ്ങനെയുള്ള കറക്കാനുള്ള പ്രശ്നങ്ങളോ ഉപദ്രവകാരികളോ അങ്ങനെയൊക്കെ അല്ല. കുറച്ചുകൂടി നമ്മുടെ നാടൻ പശുക്കളെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടി ഉപദ്രവങ്ങളോ കൂടാതെ നാടൻ പശുക്കളും നമ്മുടെ അവിടെ ഉണ്ട്. പുറത്ത് കിട്ടിയാണ് ഇപ്പൊ കാര്യമായിട്ട് തീറ്റോ കാര്യങ്ങളൊന്നും വേണ്ട. ഇപ്പൊ ഇവിടെ ഉള്ളതില് ഏറ്റവും കൂടുതൽ പാലുള്ളത് എത്ര പശുക്കളായിട്ട് നമുക്ക് ഒരു പശുവിന് ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ പാലുള്ളത് 26 ലിറ്റർ വരെ ഉണ്ട്. അത് 14-15 മുതൽ 26 ലിറ്റർ വരെ ഉള്ളത്. ഒരു 20-ന് മേലെയുള്ളത് ഒരു 3-4 പശുവുള്ളൂ. ബാക്കിയുള്ളതൊക്കെ 15-16 ലിറ്റർ റേഞ്ചുള്ള പശുക്കളാണ്. തീറ്റ കൊടുക്കുന്നതിൽ വ്യത്യാസമുണ്ടോ? തീറ്റ നമ്മൾ ഇവിടെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന പാലിനനുസരിച്ചിട്ടാണ്. അതായത് ബോഡി വെയിറ്റിന് 2 മുതൽ 2.5 കിലോ ഫീഡും പിന്നെ 1 ലിറ്റർ പാലിന് 400 ഗ്രാം ഫീഡും. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് 2 നേരം കൂടി ഒരു 15 ലിറ്റർ പാല് കിട്ടുന്ന പശു വേണമെന്നുണ്ടെങ്കിൽ 15x400 ആകുമ്പോൾ 6 കിലോ പാലിനും 2 കിലോ ശരീര വെയിറ്റിനും 8 കിലോ ഫീഡ് കൊടുക്കും. ഫീഡ് നമ്മളിവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് 2 നേരമായിട്ട്. ഫീഡൊക്കെ നമുക്ക് തമിഴ്നാട്ടിലെ മില്ലിന്ന് നേരിട്ട് വരണം, മില്ലുകളിൽ നിന്ന് നേരിട്ട് വരണം. അപ്പൊ നമ്മള് പരുത്തിപ്പിണ്ണാക്ക്, അതേമാതിരി തവിട്, സോയ, പിന്നെ പട്ടാണിയുടെ തൊണ്ട്, പിന്നെ മിനറൽസ്, ടോണിക് അതൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. മിക്സ് ചെയ്യും. പിന്നെ ആന്റി ടോക്സിൻസും ആഡ് ചെയ്യും. കാരണം എന്തെങ്കിലും കേസിലൊക്കെ മൈക്കോടോക്സിനോ അഫോടോക്സിനോ പോലെയുള്ള എന്തെങ്കിലും പൂപ്പൽ വിഷബാധകളൊക്കെ ഉണ്ടെങ്കിൽ ബാധിക്കാതിരിക്കാനായിട്ട് ആന്റി ടോക്സിൻസും തീറ്റൊക്കെ ആഡ് ചെയ്തു. അങ്ങനെ ഡെയിലി ആഡ് ചെയ്യും. ചെറിയൊരു ഇത് മതി, അതായത് ഒരു 10 ഗ്രാം തീറ്റയിൽ ആഡ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അഫ്ലോടോക്സിനോ മൈക്കോടോക്സിനോ അതുപോലെയുള്ള എന്തെങ്കിലും പൂപ്പൽ വിഷബാധകളൊക്കെ വരികയാണെങ്കിൽ വയറിളക്കം വരും. എനിക്ക് കൂടുതൽ സിവിയർ ആണെന്നുണ്ടെങ്കിൽ പശു ചത്തു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും. അപ്പൊ അങ്ങനെയൊക്കെ വന്നിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണേക്കാളും നല്ലത് ഇപ്പൊ തീറ്റ എടുക്കാണ്ട് വരും. ലിവർ ടോണിക് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അത് സോൾവ് ചെയ്യണേക്കാളും നല്ലത് നമ്മൾ തീറ്റയില് ആന്റി ടോക്സിൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഡോറാമെക്റ്റിൻ നമ്മൾ അടിക്കാറുണ്ട്. ഐവറമെക്റ്റിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ ചെള്ള് പേര് വേറെ സാധനങ്ങളൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ഡിവോമിംഗ് ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യാറുണ്ട്. പിന്നെ പാല് ഇപ്പൊ നമ്മള് ലോക്കൽ മാർക്കറ്റിലാണ് കൊടുക്കണം. ഉച്ചരിഞ്ഞ കുറച്ച് പാല് മാത്രമേ മിൽമേൽ അളക്കുന്നുള്ളൂ. കാരണം ഇപ്പോഴത്തെ ഒരു തീറ്റയുടെ ചെലവും മിൽമേന്ന് കിട്ടുന്ന വിലയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഫാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. ഇവിടുന്ന് വന്ന് വീട്ടിലൊന്നും മേടിക്കുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ട് നമ്മൾ എത്തിക്കണം. കുറെ സ്ഥാപനങ്ങളിലാണ് ഇപ്പൊ നമ്മുടെ ക്രൈസ്റ്റ് കോളേജ്, അതേമാതിരി ഒരുപാട് ഇരിഞ്ഞാലക്കുടയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ, പിന്നെ കുറെ വീടുകൾ, ചായക്കടകളായിട്ട് വീടുകളിൽ എത്തിക്കണം. ഒരു ചെറിയ പെട്ടിവണ്ടി ഉണ്ട് അതില് രാവിലെ. പിന്നെ പാലിന്റെ കറവ നമ്മൾ ഏകദേശം ഒരു 10-12 മണിക്കൂർ ഡിഫറൻസ് വരാവുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പൊ രാത്രി ഒരു 2 മണിക്ക് കറവ് തുടങ്ങി ഒരു 4 മണിക്കുള്ളിൽ തീരും. അതേമാതിരി ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ 2 മണി ആകുമ്പോഴും പാലിന്റെ കറവ് തീരും. അപ്പൊ നമുക്ക് രാത്രി 2 മണിക്ക് തുടങ്ങും. അപ്പൊ 4 മണിക്ക് തീരും. 4 മണിക്ക് ആദ്യം പാല് പോകും. അപ്പൊ ഒരു 5 മണിക്കുള്ളിൽ എല്ലാ പരിപാടിയും കഴിയും. അപ്പൊ നമുക്ക് കറവേര തമ്മിൽ ഇടവേള കൂടുമ്പോ രാവിലെയും ഉച്ച കഴിഞ്ഞും ഒരേപോലെ ഓൾമോസ്റ്റ് നമുക്ക് പാല് ഇവിടെ നമ്മൾ ഫാമില് വിൻഡ് ടർബൈൻസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് മോളില് ഇങ്ങനെ ഒരു ബോള് മാതിരിയാണ് കറങ്ങുന്നത്. അപ്പൊ നമുക്കത് ചില സമയത്ത് നല്ല ചൂടുള്ള സമയത്ത് ഹ്യൂമിഡിറ്റി ഒക്കെ ഭയങ്കരമായിട്ട് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു കാറ്റ് പോലും ഉണ്ടാവില്ല, ഇല പോലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ചൂടാവണ എയർ ഇതിലൂടെ കടന്നു പോകുമ്പോൾ നല്ല ശക്തിയിൽ കറങ്ങും. അപ്പൊ ഈ ചൂടായ എയർ കംപ്ലീറ്റ് വലിച്ചു കളഞ്ഞ് ഫ്രഷ് എയർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ എയർ ഫ്ലോ നന്നായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ THI എന്ന് പറയും, ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഇൻഡെക്സ്, അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ ഒരു 6 ഡിഗ്രി വരെ നമുക്ക് ചൂട് തോന്നില്ല. അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ഫാൻ ഇട്ട് കൊടുക്കണം. ഫാൻ ഇട്ട് കൊടുത്താൽ പിന്നെ നമുക്ക് എക്സ്ട്രാ ഇലക്ട്രിസിറ്റി ചാർജസ് കാര്യങ്ങളൊക്കെ വരും. 90 അടി നീളമുള്ള ഫാമാണ്. ഈ 90 അടിയിൽ ഇപ്പൊ നമ്മള് 4 വെച്ചിട്ടുണ്ട്. 4-5 എണ്ണം ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഒരു 6 ഡിഗ്രി വരെ ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ട്. 6 ഡിഗ്രി വരെ കുറയുന്നു. കുറയും. നല്ലൊരു കുറവാണ്.
പീക്ക് സമ്മറിൽ അപ്പൊ നമുക്ക് പാലും കുറയില്ല. അത് കാരണം വലിയ പശുക്കൾക്ക് അകിട് വീക്കമോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മള് കൈകൊണ്ടുള്ള കറവയാണ്, അതുകൊണ്ട് അകിട് വീക്കും പ്രശ്നങ്ങളൊക്കെ കുറവാണ്. അപ്പൊ മെഷീനിൽ നമ്മൾ കറക്കുമ്പോൾ ആ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ അതിലൊരു പൊട്ട എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് പാല് ചീത്തയാവും, 2 അകിട് വീക്കം വരും. അപ്പൊ നമ്മള് രാത്രി 2 മണിക്ക് കറക്കണതാ, ആ പാല് ഒരു 11 മണി 12 മണി വരെ ഇരുന്നാലും ചീത്തയാവാൻ പാടില്ല. പിന്നെ മെഷീനിലെ കറക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് രാത്രി 2 മണിക്ക് കറക്കണ പാല് വെളുപ്പിന് ഒരു 8-9 മണിയാണെങ്കിൽ പാല് ചീത്തയാവാൻ പാടില്ല. അതെന്ന് വെച്ചാൽ അതിന്റെ എന്തെങ്കിലും റെസിഡ്യൂസൊക്കെ അതിൽ ഇരിക്കുന്നുണ്ടാവും. കുറച്ചൊരു ക്ലീൻ മിൽക്ക് കിട്ടും കൈകൊണ്ട് കറങ്ങും. സാധാരണ ഇപ്പൊ നമ്മൾ പറയാം മെഷീൻ കൊണ്ട് കറന്നാൽ കൈ കൊണ്ട് തുറന്നില്ല, അപ്പൊ നമുക്ക് കിട്ടുന്നത് ക്ലീൻ മിൽക്ക് എന്ന് പറയാം. പക്ഷെ ആ മെഷീന്റെ ട്യൂബും കാര്യങ്ങളൊക്കെ ഈ കറവക്കാരൊക്കെ ഇവിടെ താമസിക്കുകയാണ്. ഇവിടെ താമസിക്കുന്ന അവർക്ക് 3-4 റൂമുണ്ട്. അപ്പൊ തൊഴുത്തില് നമുക്ക് 2 പേരുണ്ട്, പിന്നെ പുറം പണിക്കായിട്ട് 2 പേരുണ്ട്, പിന്നെ വേറെ അനുബന്ധിച്ച് നമുക്ക് ആട് ഫാം ഉണ്ട്, ആട് ഫാമിലും വേറെ 2 പേരുണ്ട്. ഈ കോൺസെൻട്രേറ്റ് ഫീഡ് അല്ലാണ്ട് വേറെ എന്താ കൊടുക്കണം? അല്ല, കോൺസെൻട്രേറ്റ് ഫീഡും പിന്നെ പുല്ല് നമ്മൾ പറമ്പളിയിൽ നിന്ന് കിട്ടുന്ന പുല്ല് ആളെ വെച്ച് വെട്ടിച്ചിട്ട് ഒരു വണ്ടി പുല്ല് വരും. അപ്പൊ അത് 2 നേരമായിട്ട് നമ്മൾ കൊടുക്കും. ഈ വെളുത്ത പശു എന്ത് പശു? അതിലൊരു വ്യത്യാസം ഉണ്ടല്ലോ ആകപ്പാടെ. പുങ്കന്നൂർ എന്ന് പറയുന്ന ബ്രീഡാണ്. എന്ത് പറയാ? പുങ്കന്നൂർ. പുങ്കന്നൂർ ആന്ധ്ര നെല്ലൂർ സൈഡൊക്കെയാണ് അത് കൂടുതൽ കണ്ടു തന്നെ. കേരളത്തില് അപൂർവം എണ്ണങ്ങളുള്ളൂ. ഇതിന്റെ കണ്ണിന് പ്രത്യേകത ഉണ്ട്, മറ്റേ സ്ത്രീകളുടെ കണ്ണുമാതിരിയുള്ള കണ്ണാണ്. സാധാരണ പശുവിന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ ബുൾസൈ പോലെയുള്ള കണ്ണാണ്. പിന്നെ അതിന്റെ പിറക് കാലിന്റെ അവിടെ നിന്ന് ശരിക്കും ഇങ്ങനെ ഇറങ്ങി പ്രത്യേക രീതിയിൽ നിൽക്കും. പിന്നെ തൂവെള്ള കളറാണത്. നമ്മളിപ്പോ ഒരു മാസത്തോളം 1-2 മാസം ഇങ്ങനെ നമ്മള് പുറത്തേക്ക് ഇറങ്ങി വെയിൽ കൊള്ളിക്കാണ്ട് നിന്ന് കഴിഞ്ഞാൽ ആ കറുപ്പരാശി ഇങ്ങനെ കൂടി കൂടി വരും. അതിന്റെ മുഴ കുറഞ്ഞു വരും. അത് മറ്റേ മുഴയില് അൾട്രാവയലറ്റ് അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്. വെയിൽ കറക്റ്റ് ആയിട്ട് കൊണ്ടുകഴിഞ്ഞാൽ തൂവെള്ള കളറാണ്. വെയിൽ കൊള്ളാതിരുന്നു കഴിഞ്ഞാൽ പൂഞ്ഞ വലുതാവും ചെയ്യും. വെയിൽ കൊള്ളുമ്പോൾ പൂഞ്ഞ വലുതാവും, കറുപ്പ് പോയിട്ട് വെള്ള കളറാണ്. ഇതിനെവിടെ നിന്ന് വാങ്ങിച്ചതാ? ഇതിനെ നമ്മള് കൊല്ലംകോട് പോയി കഴിഞ്ഞപ്പോ യാദർശികമായിട്ട് അവിടെ അയാള് ആന്ധ്രയിൽ നിന്ന് അവിടെ ഒരു മാട്ടു വ്യാപാരി ഇറച്ചിക്ക് വേണ്ടിട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ അവിടെ ഇത് വലിയ കാര്യമാണ്. അയാളൊരു ഗിഫ്റ്റ് ആയിട്ട് ഒരു ജീപ്പിലൊക്കെ പ്രത്യേകമായിട്ട് കൊടുത്തയച്ചതാ. അവിടെ വന്ന് ഇയാൾക്ക് കണ്ടു കഴിഞ്ഞപ്പോ ഒട്ടും ഇറച്ചിയും ഇല്ല, പാലും ഇല്ല, അങ്ങനെ ഒരു സാധനത്തിനെ കിട്ടിയിട്ട് കിട്ടുന്ന കാശിന് കൊടുക്കാന്ന് പറഞ്ഞപ്പോ അയാള് ചോദിച്ചേക്കാളും കൊണ്ട് കാശ് കൊടുത്ത് മേടിച്ചതാണ്. അയാള് സന്തോഷമായി. പിന്നെ സാധനം കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ അയാൾ അറിയണത് ഇതിന് വിലയുള്ള സാധനമാണ്. നമ്മുടെ ഇവിടുത്തെ വെച്ചൊരു പശു പോലത്തെ ഒരു പശു പോലെ അവിടുത്തെ ആന്ധ്രയിലെ ഒരു നാടൻ ബ്രീഡാണ്. ഇവിടെ വന്നിട്ട് പ്രസവിച്ചോ? പ്രസവിച്ചു, 2 പ്രാവശ്യം പ്രസവിച്ചു. 2 പ്രാവശ്യം പ്രസവിച്ചു. വന്ന് ആള് തന്നു കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ വണ്ടി എടുത്ത ആളെ അന്വേഷിച്ചു വന്നു. തന്നേക്കാൾ 5000 രൂപ കൂടുതൽ. അത് ശരി. പാല് ഒരു 1/2 ലിറ്റർ പാലേ കിട്ടുള്ളൂ. നല്ല ടേസ്റ്റ് ആണ് അതിന്റെ പാല്. ചായ കഴിക്കാൻ നെയ്യൊക്കെ നന്നായിട്ടുണ്ടാവും. ഔഷധ ഗുണങ്ങളുണ്ട്, ക്യാൻസർ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇതെന്താണ്? ഇത് വെച്ചൂരാണ്. 3 പ്രസവം കഴിഞ്ഞു. ശരി. ഔഷധ ഗുണങ്ങളുണ്ട്, പാല് കുറവാണ്. നമ്മുടെ നാടൻ പശുവാണ്. ഇല്ല, എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി. ഇല്ലേ, പുല്ലൊക്കെ കൊടുത്താൽ കാര്യമായിട്ട് തീറ്റൊന്നും വേണ്ട, കുറച്ച് പുല്ല് എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി. ഈ ജീവാമൃതമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നാടൻ പശുണ്ട്. ഇതിന്റെ നമുക്ക് ശരിക്കും പാല് എടുത്തിട്ട് നമ്മള് നെയ്യ് മാത്രം എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ലാഭമാണ്. 4000-4500 രൂപയോടത്തോളം ഇതിന്റെ നെയ്യ് വിലയുണ്ട്. അത് ശരി. നമ്മുടെ മറ്റു പശുക്കൾക്കൊക്കെ നെയ്യ് 1200 കിട്ടുമ്പോൾ അതിന് 4500 രൂപ വിലയുണ്ട്. പാലിനും വില കൂടുതലുണ്ട്. ഇത് നമ്മള് ആടിനൊക്കെ കൊടുക്കുന്ന മിനറൽസ് ആണ്. നമ്മള് തീറ്റയിൽ ആഡ് ചെയ്ത് കൊടുക്കും. റയർ മിനറൽസ് എന്ന് വെച്ചാൽ ക്രോമിയം അങ്ങനെയൊക്കെയുള്ള റയർ മിനറൽസ് ഒക്കെ ഇപ്പൊ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ മണ്ണിൽ നിന്ന് തന്നെ ഇല്ലാണ്ടായിരിക്കാം. അപ്പൊ നമ്മള് പുല്ല് സാധനങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാലും കിട്ടാണ്ട് വരും. നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കും. ഒരു 25 ഗ്രാം ഒരാടിന് ഒരു ദിവസം ഫീഡിൽ ആഡ് ചെയ്ത് കൊടുക്കും.
ഈ ചുവന്ന ബാഗുകൾ എന്തിനുള്ളതാണ്? ഇത് പശുവിനുള്ള മിനറൽസ് അതേമാതിരി ആന്റി ടോക്സിൻസ് ഒക്കെയാണ്. അത് ശരി. നമ്മൾ ഫീഡിൽ ആഡ് ചെയ്ത് കൊടുക്കും. ഈ ഫീഡിൽ ഒരു പശുവിന് എത്ര വെച്ച് പശുവിന് ഒരു 50 ഗ്രാം ഹൈ ഇൽഡേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 25 ലിറ്റർ ഒക്കെ കിട്ടുന്നതൊക്കെയാണെങ്കിൽ 100 ഗ്രാം വെച്ച് ആഡ് ചെയ്യുക. അത്രയും കിട്ടത്തക്ക വിധത്തിൽ കോൺസെൻട്രേറ്റ് തീറ്റയിൽ ആഡ് ചെയ്ത് അത് ഓർഗാനിക് മിനറൽസ് കൂടിയാണ്. ഇതെന്താ ഒരു വർഷാപ്പ് പോലെയാണല്ലോ ഇവിടെ? ഇത് നമ്മള് ആടിന്റെ കൂടുണ്ടാക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഫാമുകളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓ അത് ശരി. അങ്ങനെ ഓർഡർ ഉണ്ടോ? അങ്ങനെ ഇഷ്ടംപോലെ ഓർഡർ ഉണ്ട്. നമ്മള് കൂടുണ്ടാക്കിയിട്ട് ഇപ്പൊ 200 എണ്ണത്തിനോ 300 എണ്ണത്തിനോ എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കൂട് സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ അത് റെഡിമെയ്ഡ് ഡൈകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ഓരോ പീസ് വെച്ചിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്തുണ്ടാക്കുമ്പോ കോസ്റ്റ് ഒരുപാട് കൂടും. അപ്പൊ നമ്മൾ ഓരോന്നിന്റെയും ഡൈ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കറക്റ്റ് അളവിൽ പീസ് അതിൽ കട്ട് ചെയ്തിട്ട് കറക്റ്റ് വെൽഡ് ചെയ്ത് പെട്ടെന്ന് ഉണ്ടാക്കി. അപ്പൊ നമ്മള് പ്രൊഡക്ഷൻ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കൂടുതൽ എണ്ണം ഉണ്ടാക്കാൻ പറ്റും. ഓർഡർ കിട്ടിയാൽ പെട്ടെന്ന് ഫുൾഫിൽ ചെയ്ത് കൊടുക്കാം. നമുക്കത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കൊടുക്കാനായിട്ട് ഈ മെറ്റീരിയലിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മള് എപ്പോക്സി കോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. എപ്പോക്സി കോട്ട് ചെയ്യുമ്പോൾ ഒരു 8-9 കൊല്ലത്തോളം വേറെ ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ അത് കഴിയുമ്പോൾ ഒരു പ്രാവശ്യം കൂടിയും ഒന്ന് കോട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 10-25 വർഷത്തേക്ക് അതിന് ലൈഫ് ഉണ്ട്. വേറെ ആടിനെ വളർത്തുന്ന ആളുകൾ ഇവിടെ കൊണ്ടുപോകും. ഒരുപാടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള ഫാമുകൾ തന്നെ ഒരുപാടുണ്ട്, സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആട് ഫാമിന്റെ ഇതിൽ വരികയാണെന്നുണ്ടെങ്കിൽ മറ്റേ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. 100% ഏകദേശം ബാങ്ക് ലോൺ കിട്ടാനുണ്ട്. അതേമാതിരി 1.5 വർഷത്തേക്ക് തിരിച്ചടവില്ല. അതേമാതിരി 6 വർഷം കൊണ്ട് അല്ലെങ്കിൽ മുതൽ 10 വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. പിന്നെ ആട് വളർത്തലിൽ ഇപ്പം നമുക്ക് കറക്റ്റ് എല്ലാ മാസം ഒരേപോലെയുള്ള ഇൻകം വരാം. അപ്പൊ ചില തവണ നമുക്ക് ഒരുമിച്ച് പൈസ കിട്ടും. അപ്പൊ അങ്ങനെ പറഞ്ഞൊരു കണ്ടീഷനിൽ നമുക്ക് അതൊരു 6 മാസത്തിൽ ഒരിക്കൽ അടച്ചാൽ മതി. എല്ലാ മാസവും കറക്റ്റ് ആയിട്ട് അടയ്ക്കണമെന്നില്ല. അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അഗ്രികൾച്ചർ സെഗ്മെന്റ് ആയ കാരണം പലിശയും കുറവാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ സ്വയം തൊഴിൽ തുടങ്ങാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ആട് ഫാം തുടങ്ങി കഴിഞ്ഞാൽ മാന്യമായ ഒരു റവന്യൂ കിട്ടാവുന്ന ഒരു ബിസിനസ് ഗോഡ് ഫാമിംഗ്. സെമി ഇന്റൻസീവില് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 300 ഉണ്ടാക്കിയുള്ള ഒരു യൂണിറ്റ് ആണെങ്കിൽ ഒരു വർഷം നമുക്ക് ഒരു 25 ലക്ഷം രൂപ എല്ലാം കഴിച്ച് മാറ്റി വയ്ക്കാവുന്ന രീതിയിലുള്ള വരുമാനമുണ്ട്. ഇപ്പൊ നമുക്ക് പോൾട്രി ആണെന്നുണ്ടെങ്കിലും ഡയറി ആണെന്നുണ്ടെങ്കിലും അത്രമാത്രം മാറ്റി വയ്ക്കാവുന്ന ഒരു ലാഭം അതിനൊന്നും കിട്ടാനില്ല. പിന്നെ അത് കൂടാതെ നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാം. അതായത് ഇപ്പൊ ഒരുപാട് എക്സ്പെർട്ടൈസ് ഉള്ള പണിക്കാരൊന്നും അതിൽ ആവശ്യമില്ല. നമുക്ക് സാധാരണ ലേബറെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാം. മാസം 2 ലക്ഷം രൂപ ഉണ്ടാക്കാൻ മിച്ചം എന്ന് പറയുമ്പോൾ മോശമല്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് 20,000-നും 30,000-നും ഗൾഫിൽ പോകേണ്ട കാര്യമില്ല. സ്വല്പം മെനക്കെടാനായിട്ട് തയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പുറമേ നിന്ന് വരുന്ന ഹിന്ദിക്കാർ ലേബറൊക്കെ ഒരാളെ വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഒരു 2 ലക്ഷം രൂപ ഒരു മാസം ഉണ്ടാക്കാനായിട്ട് പണിക്കാശ് കഴിക്കും. ഒരു വളരെ വാല്യുബിൾ ഇൻഫർമേഷൻ ആണ് ഇത്. ഈ പ്രോഗ്രാം കാണുന്നതിൽ ചിലരെങ്കിലും ഇതിലോട്ട് വരും, തീർച്ചയായിട്ടും. നമ്മൾ ചെയ്യണത് ശാസ്ത്രീയമായിട്ട് ചെയ്യണമെന്ന് മാത്രം. കാരണം ആട് വളർത്തല് കേരളത്തില് ശാസ്ത്രീയമായിട്ട് ചെയ്യുന്ന ഫാമുകൾ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ ചിലവരൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നല്ലാണ്ട് സയന്റിഫിക്കലായിട്ട് വളർത്തുന്ന ഒരു സെമി ഇന്റൻസീവ് ആയിട്ടുള്ള യൂണിറ്റുകളൊക്കെ വളരെ കുറവാണ്. തീർച്ചയായിട്ടും നമുക്ക് സഹായിക്കാം. എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാനായിട്ട് തയ്യാറാണ്. അതായത് ഇപ്പൊ നമുക്ക് പ്രോജക്റ്റ് ഉണ്ടാക്കി കൊടുക്കാം, ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാം, അതേമാതിരി കൂട് കംപ്ലീറ്റ് ഉണ്ടാക്കി കൊടുക്കാം. ആടിനെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരുപാട് ഫാമുകളുണ്ട്, നമുക്ക് ആട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിന് ട്രെയിനിങ്ങും 1 വർഷത്തേക്ക് സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. വളരെ നല്ലൊരു സജഷൻ. ഇത് വെള്ളുള്ളിയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ കുറച്ച് സാമ്പിളായിട്ട് ചെയ്ത് നോക്കിയിരുന്നു. അപ്പൊ വളരെ നന്നായിട്ടുണ്ടായി. ഈ തവണ നമ്മളൊരു 1/2 ഏക്കറിൽ മേലെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് അറ്റം വരെ കാണുന്നത് കംപ്ലീറ്റ് വെള്ളുള്ളി തന്നെയാണ്. അത് ഓരോ ദിവസവും അങ്ങനെ പിറ്റേ ദിവസമായിട്ട് നട്ട് പോയതാ. അപ്പൊ അത് ആദ്യം നട്ടതാണ് ഇത്. ഇതിപ്പോ ഒരു 2 ആഴ്ചയായിട്ടുണ്ട്. മറ്റേ ബാക്കിയുള്ളതൊക്കെ ആയി വരുന്നു. ഇത് നമുക്കൊരു 2.75-3 മാസത്തിനുള്ളിൽ ചാരം കൂടി മിക്സ് ചെയ്തിട്ട് അതിൽ നട്ടേണ്ടതാ. പിന്നെ വേറെ കാര്യമായിട്ടൊന്നും നമുക്ക് വേറെ അല്ലി നമ്മൾ തുമ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മുളച്ചു വരും. നട്ട് കഴിഞ്ഞിപ്പോ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ എല്ലാ ആഴ്ചയിലും ഒന്നിന്റെ കട ഇങ്ങനെ ഇളക്കി വിടണം. മണ്ണ് ഇളക്കി വിട്ട് കഴിഞ്ഞാലാണ് നന്നായിട്ട് കായ ഉണ്ടാവുക.
പിന്നെ വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് ഇത് പറ്റില്ല, മഴ സമയത്ത് കൃഷി ചെയ്യാൻ പറ്റില്ല. മഴ വെള്ളക്കെട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മഴയുള്ളതുണ്ടെങ്കിൽ ചീഞ്ഞു പോകും. നമുക്ക് 1 കിലോത്തോളം വെള്ളുള്ളി നട്ട് കഴിഞ്ഞാൽ 10 മുതൽ 15 കിലോ വരെ നമുക്ക് ഇതിന്റെ കടക്കേന്ന് കിട്ടും. അങ്ങനെ അധികം ആളുകൾ വെളുത്തുള്ളി തന്നിട്ട് നമ്മുടെ ഇവിടെ കണ്ടിട്ടില്ല. കേരളത്തില് എന്റെ അറിവിൽ അങ്ങനെ ആരും അധികം ചെയ്തിട്ടില്ല. പിന്നെ ഇതിന്റെ ഒപ്പം തന്നെ നമ്മള് പയറിപ്പോ ഓൾറെഡി നട്ടിട്ടുണ്ട്, വരുന്നേ ഉള്ളൂ. ഇതിന്റെ മുകളിൽ കംപ്ലീറ്റ് നമ്മൾ പന്തല് ഇടും. പന്തലിട്ടിട്ട് പയറും അതേമാതിരി തന്നെ പാവയ്ക്കും മുകളിൽ കയറ്റി വിടും. അപ്പൊ അത് പടർന്ന് വരുമ്പോഴേക്കും ഇതിന്റെ ഇത് കഴിയും. അപ്പൊ നമുക്ക് ഒന്ന് കഴിയുമ്പോഴേക്കും അടുത്ത വിളയെന്ന് നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു റവന്യൂ കിട്ടും. സവാള, അതേമാതിരി ഉരുളക്കിഴങ്ങ്, റാഡിഷ് ഇതൊക്കെ നമ്മളിവിടെ നന്നായിട്ടുണ്ടാവും. ക്യാബേജും കോളിഫ്ലവറും തന്നെ ഉണ്ടാവും. വെളുത്തുള്ളി കൃഷി അല്ലാണ്ട് വേറെ കൃഷി എന്തൊക്കെയാണ്? ഇഞ്ചി ചെയ്തിട്ടുണ്ട്. കുറച്ച് ഈ ഭാഗത്തൊക്കെ ഇപ്പോഴത്തേക്കാണ് ഇഞ്ചിയാണ് എല്ലാം മുളച്ചു വരുന്നതേ ഉള്ളൂ. പിന്നെ പറയുന്നത് നമ്മള് കുരുമുളക് വെച്ചിട്ടുണ്ട്, അടയ്ക്കാറുണ്ട്. കുരുമുളകുണ്ട്, അടയ്ക്കാറുണ്ട്. അപ്പൊ അതിന് വേറെ പ്രത്യേകമായിട്ട് വളങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മള് മറ്റേ ബയോഗ്യാസിൽ നിന്ന് വരുന്ന സ്ലറി മാത്രമേ അടിക്കുന്നുള്ളൂ. അത് ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അടിച്ചു കൊടുക്കും. പിന്നെ ഉരുളക്കിഴങ്ങ് നട്ടിട്ടുണ്ടല്ലോ. ഉരുളക്കിഴങ്ങ് നട്ടിട്ടുണ്ട്. പിന്നെ അതേമാതിരി തിന്നുന്ന ചെറിയ ഉള്ളി, ലീഫ് ഉപയോഗിക്കുന്ന ഉള്ളിയുണ്ട്. അതൊക്കെ ഒരുവിധം അറിയാവുന്ന സാധനങ്ങളെല്ലാം നട്ടിട്ടുണ്ട്. പിന്നെ വീടിന്റെ ചുറ്റുവട്ടം എല്ലാ പഴവർഗ്ഗങ്ങളും ഉണ്ട്. ഫലവൃക്ഷങ്ങൾ ഒരുപാടൊന്നും കണ്ടു. ജെയിംസ് മാത്യുവിന്റെ ഫാമൊക്കെ കണ്ടു. ഇത്ര നന്നായിട്ടൊരു ഫാം നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും കുടുംബത്തിന്റെ സഹായം ഇല്ലാതെ നടക്കില്ല, ഉറപ്പാണ്. ഇവരെയൊക്കെ നമുക്ക് പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്തണ്ടേ? പ്ലീസ്. ആളാണ് നമുക്ക് എല്ലാ സഹായങ്ങളും ചെയ്യുന്നത്. നമ്മളില്ലാത്തപ്പോ കാര്യങ്ങളൊക്കെ നോക്കണ ആളാണ്. മൂത്ത മോള് അല്ലൻ. പേരെന്താ പോന്റെ? അല്ലേ? നമ്മുടെ നൈബറാണ് കൃഷ്ണപ്രസാദ്. അല്ലേ? അത് സയ്യരക്ക ആളാണ് നമ്മുടെ പാലൊക്കെ കൊണ്ടുവന്നത്. ഏതായാലും നല്ല രീതിയിൽ നടക്കുന്ന ഒരു മാതൃകാപരമായ സേവന മനസ്ഥിതിയോട് കൂടിയ ഒരു ഫാം. നാട്ടുകാരുടെ അഭിപ്രായം അങ്ങനെ തന്നെ. കൈരളി ടിവിയുടെ എല്ലാ